ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുദർശനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് തരാൻ പോകുന്നത്. ഫിൻലാൻഡിൽ നിങ്ങൾ ഓവർ സ്പീഡായി കഴിഞ്ഞാൽ ഭയങ്കര ചാർജാണ്. അത് നിങ്ങൾ എന്തോരമാണോ ഓവർ സ്പീഡ് ആവുന്നത് അതനുസരിച്ചാണ് ചാർജ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ സീബ്ര ക്രോസിങ് നാട്ടിലെ പോലെയല്ല. സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ നിർത്തിയതിന് ശേഷമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ രാത്രിയാവുന്ന സമയത്ത് ചിലവർ ലൈറ്റ് ഇടാത്ത സൈക്കിളുമ്പോൾ പെട്ടെന്ന് കടന്നു പോകും. കാരണം അവർക്ക് അതൊരു പ്രശ്നമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ ഫിൻലാൻഡുകാർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേ വണ്ടി എടുക്കുള്ളൂ. നേരെ നമ്മൾ എടുക്കണ പോലെ എടുക്കില്ല. അപ്പോൾ അവർക്കറിയാം അത് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിലാണ് അവർ സീബ്ര ക്രോസിങ്ങിനെ കടന്നു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവർ ഇടിച്ചിടുക അങ്ങനെ വല്ല കേസുകൾ ഉണ്ടായാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അതുപോലെ ഒരുപാട് പൈസ ഒരുപാട് ഫൈനാവും. അത് തമാശകളില്ല, വെരി വെരി സീരിയസ് ആണ്. അതേപോലെ ലൈസൻസ് കട്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണുള്ളത്. ലൈസൻസ് കട്ടായാൽ അറിയാലോ ഇവിടുത്തെ നിയമങ്ങൾ. വെറുതെ ChatGPT അടിച്ചു നോക്കിയാൽ മതി, അപ്പോൾ എല്ലാം പറഞ്ഞുതരും. ഞാൻ പറയാതെ തന്നെ എല്ലാ ഇൻഫർമേഷനും അല്ലെങ്കിൽ കേട്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പോവുക ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഒരു സ്പീഡോമീറ്റർ വെക്കുന്നത് നല്ലതാണ്. അത് സാധാരണ സൈറ്റിൽ നിന്ന് കിട്ടും. ഇവിടുത്തെ വെബ്സൈറ്റ് ഉണ്ട്, അങ്ങനത്തെ സൈറ്റുകളിൽ നിന്ന് കിട്ടും. അല്ലാത്ത വർഷം മോട്ടോർനെറ്റ് അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും സ്പീഡോമീറ്റർ. ഇതുണ്ടോ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് നമ്മൾ ഓടിക്കുന്നതിനേക്കാളും 30 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ 35 കാണിക്കുക. അപ്പോൾ 35 ഓടിച്ചു കഴിഞ്ഞാൽ 30 അതിൽ റീഡിങ് കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം. അപ്പോൾ മറ്റേ മീറ്ററിൽ കാണിക്കുന്ന പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അതിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഇവിടെ എനിക്ക് ഒരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. മനസ്സിലായ? അത് ധൃതി വെച്ച് ഓടിക്കുക അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല. ധൃതി വെച്ചിട്ടുള്ള പണികളൊന്നും നടക്കില്ല. വളരെ പതുക്കെ പണ്ടത്തെ അവാർഡ് പടം പോലെ ആക്കിയാൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ. അങ്ങനെയാണ് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ധൃതി പിടിച്ച് പോയതിനുള്ള പണിയാണ് എനിക്ക് കിട്ടിയത്. അത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ പറയണത്. അപ്പം അങ്ങനെ കിട്ടാതിരിക്കട്ടെ ആർക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ധൃതി പിടിച്ച് പോയി പെട്ടെന്ന് നമ്മൾ മറന്നു, സ്പീഡിനെ കുറിച്ച് മറന്നു. നാടാന്ന് വിചാരിച്ച് അങ്ങോട്ട് എടുത്തോണ്ട് പോയി. 20 കിലോമീറ്റർ സ്പീഡ് ഓവറായിരുന്നു. അതിപ്പോൾ 270 യൂറോയാണ്, 270 യൂറോയാണ് ഞാൻ അടച്ചത്. ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, ചെറിയൊരു ഇൻഫർമേഷൻ. താങ്ക് യു, ബൈ.